ക്യാഷ് ഫ്ലോ എന്നത് ഒരു ബിസിനസ്സിലേക്കും പുറത്തേക്കും പണത്തിന്റെ ഒഴുക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ, ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഒരു കമ്പനിക്ക് എത്ര പണം ലഭിച്ചു, വരവ്, എത്ര പണം ചിലവഴിച്ചു, ചെലവ് എന്നതിനെക്കുറിച്ചുള്ള വിവരമാണിത്. ക്യാഷ് ഫ്ലോ എന്തിനാണ് പ്രധാനം? ഒരു ബിസിനസ്സിന്റെ സാമ്പത്തിക ആരോഗ്യം അളക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂചകങ്ങളിലൊന്നാണ് ക്യാഷ് ഫ്ലോ. ലാഭമുണ്ടാക്കുന്ന ഒരു ബിസിനസ്സിനു പോലും മതിയായ പണമില്ലെങ്കിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെന്ന് വരില്ല. ഉദാഹരണത്തിന്, വലിയ ലാഭം കാണിക്കുന്ന ഒരു കമ്പനിക്ക് ഉപഭോക്താക്കൾ പണം തരാൻ വൈകുകയാണെങ്കിൽ ദൈനംദിന ചിലവുകൾ വഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ക്യാഷ് ഫ്ലോയുടെ പ്രധാന ഭാഗങ്ങൾ. സാധാരണയായി ഒരു കമ്പനിയുടെ ക്യാഷ് ഫ്ലോയെ 3 പ്രധാന വിഭാഗങ്ങളായി തിരിക്കുന്നു. 1. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് (CFO). ഒരു ബിസിനസ്സിന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽക്കുക, സാധനങ്ങൾ വാങ്ങുക, ജീവനക്കാർക്ക് ശമ്പളം നൽകുക തുടങ്ങിയവ ലഭിക്കുന്നതും ചിലവഴിക്കുന്നതുമായ പണമാണിത്. ഇത് ഒരു കമ്പനിക്ക് അതിന്റെ പ്രധാന പ്രവർത്തനങ്ങളിലൂടെ എത്ര പണം ഉണ്ടാക്കാൻ കഴിയുന്നുവെന്ന് കാണിക്കുന്നു. 2. നിക്ഷേപങ്ങളിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് (CFI). ഇത് കമ്പനി ദീർഘകാല ആസ്തികൾ, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ മുതലായവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അല്ലെങ്കിൽ മറ്റ് കമ്പനികളിൽ നിക്ഷേപിക്കുന്നതിനും ലഭിക്കുന്നതും ചിലവഴിക്കുന്നതുമായ പണമാണ്. 3. ധനസമാഹരണത്തിൽ നിന്നുള്ള ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിംഗ് ആക്ടിവിറ്റീസ് (CFF). ഓഹരികൾ വിറ്റഴിക്കുക, കടം വാങ്ങുക, കടം തിരിച്ചടയ്ക്കുക, ലാഭവിഹിതം, ഡിവിഡൻഡ് നൽകുക തുടങ്ങിയ ധനസമാഹരണ പ്രവർത്തനങ്ങളിലൂടെയുള്ള പണത്തിന്റെ ഒഴുക്കാണിത്. പോസിറ്റീവ് ക്യാഷ് ഫ്ലോയും നെഗറ്റീവ് ക്യാഷ് ഫ്ലോയും. പോസിറ്റീവ് ക്യാഷ് ഫ്ലോ. പോസിറ്റീവ് ക്യാഷ് ഫ്ലോ. ഒരു കമ്പനിക്ക് ലഭിക്കുന്ന പണം ചിലവഴിക്കുന്ന പണത്തേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ പോസിറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നു. ഇത് കമ്പനിയുടെ മികച്ച സാമ്പത്തിക നിലയെ സൂചിപ്പിക്കുന്നു. നെഗറ്റീവ് ക്യാഷ് ഫ്ലോ. നെഗറ്റീവ് ക്യാഷ് ഫ്ലോ. ഒരു കമ്പനി ചിലവഴിക്കുന്ന പണം ലഭിക്കുന്ന പണത്തേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ നെഗറ്റീവ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നു. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ സൂചനയായി കണക്കാക്കാം. ക്യാഷ് ഫ്ലോയും ലാഭവും തമ്മിലുള്ള വ്യത്യാസം. പലപ്പോഴും ആളുകൾ ക്യാഷ് ഫ്ലോയെയും ലാഭത്തെയും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഇവ രണ്ടും വ്യത്യസ്തമാണ്. ലാഭം, പ്രോഫിറ്റ്. ഒരു നിശ്ചിത കാലയളവിൽ ഒരു കമ്പനിയുടെ വരുമാനത്തിൽ നിന്ന് ചിലവുകൾ കുറയ്ക്കുമ്പോൾ ലഭിക്കുന്ന തുകയാണിത്. കടമായി വിൽക്കുന്ന ഒരു ഉൽപ്പന്നം ലാഭത്തിൽ ഉൾപ്പെടുമെങ്കിലും പണം ലഭിക്കുന്നതുവരെ അത് ക്യാഷ് ഫ്ലോയിൽ വരില്ല. ക്യാഷ് ഫ്ലോ. ക്യാഷ് ഫ്ലോ യഥാർത്ഥത്തിൽ എത്ര പണം കമ്പനിയിലേക്ക് വരുന്നു, എത്ര പണം പുറത്തേക്ക് പോകുന്നു എന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ഒരു കമ്പനിയുടെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാൻ ലാഭവും ക്യാഷ് ഫ്ലോയും ഒരുമിച്ച് വിശകലനം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.